ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് മഷ്റൂം കറിയാണ്. ഈ മഷ്റൂം കറി എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്ന ഒരു കറിയാണിത്. ബാച്ചിലേഴ്സിനെയൊക്കെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് 250 ഗ്രാം മഷ്റൂമാണ് കട്ട് ചെയ്തിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മഷ്റൂം ഒക്കെ കട്ട് ചെയ്തിടുമ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം വെള്ളത്തിലോട്ട് വേണം അരിഞ്ഞിടാനായിട്ട്. കാരണം അതിലെ ആ ഒരു കറയൊക്കെ ഉണ്ടാകും, അതൊക്കെ പോവാനും അതുപോലെ തന്നെ കറുപ്പ് വീഴാതിരിക്കാനും കൂടിയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് കീറിയത്, ഒരു തക്കാളി, ഇതും ഒന്ന് മുറിച്ചെടുക്കണം ചെറുതായിട്ട്. ഇത് തയ്യാറാക്കാനായിട്ടുള്ള പാത്രം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ചൂടായ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് സവാളയും പച്ചമുളകും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ജിഞ്ചർ ഗാർലിക്കും കൂടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അതിനുശേഷം ഇതിലേക്ക് തക്കാളി അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതുകൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇനി ഇപ്പം എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. തക്കാളിയും ഉള്ളിയും ഒക്കെ വെന്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആ സമയത്ത് തീ കുറച്ച് വെക്കണം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് ഇതൊക്കെ കൂടി ഒന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാം. അപ്പോൾ മഷ്റൂം നമ്മൾ കഴുകി എടുത്തതിന് ശേഷം അതിൽ ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മളിതിലേക്ക് ഇപ്പോൾ വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ആ മഷ്റൂമിൽ തന്നെ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ആ ഒരു വെള്ളമയം മതി ഇതൊക്കെ വെന്ത് വരാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് വേവാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് മതി. നമ്മുടെ മഷ്റൂം ഒക്കെ നന്നായിട്ട് വെന്ത് വന്നോളും. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ മഷ്റൂം കറി ഇവിടെ റെഡിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റുകൾ അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.